സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കണ്ണൂരിലെ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 26 കണ്ണൂർ വാരിയേഴ്സ് FC നേരിടുന്നു കാലിക്കറ്റ് FCയെ. കണ്ണൂർ വാരിയേഴ്സിന്റെ അവസാനത്തെ ഹോം മത്സരമാണ് ലീഗിലെ ആൻഡ് വെരി ക്രൂഷ്യൽ ഗെയിം ഫോർ കണ്ണൂർ. അവസാനത്തെ 5ാമത്തെ ഹോം ഗെയിം കളിക്കാനിറങ്ങുന്ന കണ്ണൂർ വാരിയേഴ്സിന് ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടമാണെന്ന് എതിരാളികൾ നിലവിലുള്ള ചാമ്പ്യന്മാരും നിലവിൽ പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനക്കാരുമായ കാലിക്കറ്റ് FC ആണ്. കടുപ്പമാണ് കണ്ണൂരിന് കാര്യങ്ങൾ. ഈ മത്സരത്തിന്റെ ആവേശഭരിതമായ നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം സ്വാഗതം ചെയ്യട്ടെ ബിനീഷ് കിരൺ. താങ്ക് യു സോ മച്ച്. കണ്ണൂർ വാരിയേഴ്സ് റെഡ് ജേഴ്സിയിലാണ്, മറുവശത്ത് കാലിക്കറ്റ് FC അവരുടെ സ്വന്തം വൈറ്റ് കളർ ജേഴ്സിയിലാണ് കാലിക്കറ്റ് FC. കാലിക്കറ്റിന്റെ ഭാഗത്ത് നല്ലൊരു ക്രോസ്. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അത് തന്നെ സംഭവിക്കുകയാണ്. സെബാസ്റ്റ്യൻ റിങ്കോൺ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഒരു ഞെട്ടിക്കൽ ഗോൾ ഫ്രം കാലിക്കറ്റ്. കണ്ണൂരിനെതിരെ കാലിക്കറ്റ് ലീഡ് നേടുന്നു. എന്താണോ കണ്ണൂര് നടക്കരുത് എന്നാഗ്രഹിച്ചത് അത് തന്നെ സംഭവിക്കുകയാണ്. ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എവേ ടീം ലീഡ് നേടുകയാണ് ഈ മത്സരത്തിൽ. ത്രൂ സെബാസ്റ്റ്യൻ റിങ്കോൺ, കാലിക്കറ്റ് FC 1 കണ്ണൂർ 0. ഞെട്ടിക്കൽ ഗോൾ, ഞെട്ടിക്കൽ ബിരിയാണി. ഇൻസൈഡ് ദി ബോക്സ് അസിയർ. ഗോൾ കീപ്പർ അജ്മലിന്റെ ധീരോദാത്തമായ, കാരണം പിന്നെ അവിടെ അസിയർ അത്രയും ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്ത് 6 യാർഡ് ബോക്സിലേക്ക് വന്നാൽ പിന്നെ ഗോൾ കീപ്പർ ബ്ലോക്ക് സേവിന് പോവുക, നേർക്ക് നേർ ബ്ലോക്ക് ചെയ്യുക. അതിന് ഗോൾ കീപ്പർക്ക് ഗട്ട്സ് തന്നെ വേണം. കാണുക, കണ്ണൂർ വാരിയേഴ്സിന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗോൾ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഈ മത്സരത്തിലേക്ക് ഒരു ഗംഭീര തിരിച്ച് വരവ് 2ാം പകുതിയിൽ പ്രതീക്ഷിക്കാം. പക്ഷേ 2ാം പകുതിയിൽ ഒരു ഗോളിന് പിന്നിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ലക്ക്. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് ബിനീഷ് കിരണിനെയും ആഗ്രഹങ്ങൾ തന്നെയാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ റഫറി മൃത്യുഞ്ജയ് ആ ആഗ്രഹത്തിന് 15 മിനിറ്റ് കൂടി കാത്തിരിക്കാൻ പറയുകയാണ്. ഇടവേള വിസിൽ മുഴങ്ങുന്നു. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി 15 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ ആഗ്രഹങ്ങൾ പുനരുജ്ജീവിക്കാൻ പാടുള്ളൂ. ഈ മത്സരത്തിന്റെ 2ാം പകുതിക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. രണ്ടാം പകുതിയിലേക്ക് ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം. കണ്ണൂർ വാരിയേഴ്സ് FC 0 and കാലിക്കറ്റ് FC 1. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ. With me is Binish Kiran. Yes, once again, thank you so much, my dear brother, friend Shaiju Damodaran. And it is കണ്ണൂർ ഇപ്പോഴും ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു. 2ാം പകുതിയിലേക്ക് മികച്ച ഒരു ഫുട്ബോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ആരാധകരിങ്ങനെ ആവേശഭരിതരാണ്. ആ ഹെഡർ പാസ്, ബാക്ക് ഹെഡർ, 2 ഹെഡർ പാസ്. ലക്കി. ഇവിടെയാണ് കമ്മിറ്റ്മെന്റ് കാണുക. ബ്രൂണോ കുഞ്ഞ ഉയർന്ന ഏരിയൽ ബോൾസ് 3 തവണ 3 ടൈം ഏരിയൽ ബോൾസ് ആണ്. 3 തവണയും കാലിക്കറ്റ് പ്ലേയേഴ്സ് ആ ഏരിയൽ ബോൾ വിൻ ചെയ്യുന്ന രീതി, ദാറ്റ് ഷോസ് ദിയർ കമ്മിറ്റ്മെന്റ്. സയ്യിദ് നല്ലൊരു ക്രോസോ. അവിടെയും കാണാം ആ ഡിഫൻസിൽ അസ്ലം വന്നിട്ട് ആ പന്തിലേക്ക് ഒരു കുത്ത്. ആ ടൈംലി കുത്തിലാണ് ആ പ്ലെയർ, കണ്ണൂരിന്റെ പ്ലെയർ ആ പന്ത് ചെസ്റ്റിലെടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ആസിയർ ഗോമസ് ആണ് ബോക്സിന്റെ വെളിയിൽ. ജേഴ്സി നമ്പർ 10 ഒടുവിൽ ഒരു ഫൗൾ കിക്ക്. കണ്ണൂരിന് അനുകൂലമായി ഒരു ബെസ്റ്റ് ഫ്രീ കിക്ക് കിട്ടുകയാണ് 60ാം മിനിറ്റിൽ. ഒരു ബ്രില്യൻ ഫ്രീ കിക്ക് ഗോളിന്റെ ഉടമസ്ഥനാണ് ആസിയർ ഗോമസ്. പക്ഷേ ഇത്തവണ നിരാശപ്പെടേണ്ടി വരുന്നു. ബോത്ത് ഫോർ ആസിയ ആൻഡ് കണ്ണൂർ. നല്ലൊരു മുന്നേറ്റം. ചാൻസ് ഫോർ കാലിക്കറ്റ് ടു മേക്ക് ഇറ്റ് 2-0. മൈ ഗുഡ്നസ്. ഒരു വേള 2ാമത്തെ ഗോളിലേക്ക് കാലിക്കറ്റ് എത്തിയെന്ന് തോന്നിപ്പിച്ചു ബ്രൂണോ കുഞ്ഞ. ആ മനോഹരമായ ഒരു ഡയഗണൽ ഫോർവേഡ് പാസ് വരുന്നു. ഗോൾ കീപ്പർ കംപ്ലീറ്റ്ലി ബീറ്റൺ. ബുവാസോ. And 2-0. What a game for Calicut! What a goal for Calicut! പയ്യാമ്പലം ബീച്ചിൽ നിന്ന് പുതിയൊരു പടിഞ്ഞാറൻ കാറ്റ് വീശുന്നു. ജവഹർ സ്റ്റേഡിയത്തിലെ ഗോൾ വലയ്ക്ക് മുന്നിൽ അത് വട്ടമിട്ട് പറക്കുന്നു. മാറ്റത്തിന്റെ തീക്കാറ്റാണത്. ഇതാ കാലിക്കറ്റ് വീണ്ടും 2ാം പകുതിയിൽ വീണ്ടും കാലിക്കറ്റ് തല ഉയർത്തുന്നു. ത്രൂ മുഹമ്മദ് ആഷിഖ്. കണ്ണൂർ വാരിയേഴ്സ്. ചാൻസ് ഫോർ കണ്ണൂർ ഹിയർ ആൻഡ് എ പെനൽറ്റി. യെസ്, അത് ഒരു പെനൽറ്റി തന്നെയാണ്. കാരണം സ്ട്രൈഡ് ചെയ്ത് പോയ അജയ് അലക്സിന്റെ കയ്യിൽ ആ പന്ത് തട്ടുന്നുണ്ട്. Make it 3. Adrian Sardinero. Adrian!
It's കണ്ണൂർ വാരിയേഴ്സ് കളിയുടെ 73ാമത്തെ മിനിറ്റിൽ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂർ വാരിയേഴ്സ് ഒരു പെനാൾട്ടി കിക്കിലൂടെ തങ്ങളുടെ ആദ്യ ഗോൾ നേടുകയാണ്. തിരിച്ചു വരാനുള്ള സാധ്യത കണ്ണൂർ തുറന്നിടുകയാണ്. കാരണം മത്സരത്തിന് നിർണായകമായ 18 മിനിറ്റോളം ഇപ്പോഴും ബാക്കിയാണ്. ഫ്രം ദ പെനാൾട്ടി സ്പോട്ട് ഇറ്റ് ഈസ് ക്യാപ്റ്റൻ ആഡ്രിയൻ സാഡിനേറോ. ഇന്ന് കണ്ണൂരിന്റെ മറ്റൊരു മുന്നേറ്റം, പക്ഷേ ഈ പാസ് അത്ര നല്ല പാസ് എന്ന് പറയാൻ കഴിയില്ല. കീൻ ലൂയിസ്, കീൻ ക്രൗഡിൽ നിന്ന് അടി അടിക്കുന്നു. കരീം സാംബ് ഡേഞ്ചറാണ് ബോക്സിനകത്ത്. കണ്ണൂറാണോ കരീം സാംബ് ഗോൾ കീപ്പറുടെ തലയുടെ മുകളിലൂടെ കോരി അങ്ങ് സെക്കൻഡ് പോസ്റ്റിലേക്ക് പന്തിടാനുള്ള ശ്രമം. പക്ഷേ അജ്മൽ പരമാവധി സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് ഉയർന്ന് സ്ട്രെച്ച് ചെയ്ത് പന്ത് പിടിച്ചെടുക്കുന്നു. അജ്മൽ ബ്രില്യൻ ചാൻസ്. ഒരു വേള കാലിക്കറ്റിന്റെ നെഞ്ചിടിച്ചു പോയി, ചോര മരവിച്ചു പോയ നിമിഷമാണ് പകരക്കാരനായി വന്ന ഷിജിന് തന്റെ ഫസ്റ്റ് ടച്ച് തന്നെ ഗോളിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസരം. ഇവിടെ വീണ്ടും ഒരു അൺവാണ്ടഡ് ഫൗളാണ് സെന്ററിൽ നടത്തിയത്. ഓൾറെഡി അജ്മൽ മുന്നിലേക്ക് വന്ന് നിന്നിരുന്നു. സോ ലാസ്റ്റ് ചാൻസ് ഉബൈദിന്റെ ഒരു ലോങ് ബോൾ, ഒരു പക്ഷേ അത് എത്തുന്നതിന് മുന്നേ തന്നെയും ബസ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോ. യെസ്, നൗ ഇറ്റ് ഈസ് ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. കണ്ണൂർ വാരിയേഴ്സിന്റെ സൂപ്പർ ലീഗ് കേരളയുടെ ഹോം മത്സരങ്ങൾ ദയനീയമായ സ്ഥിതിയിൽ തന്നെ അവസാനിക്കുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ 5ാമത്തെ ഹോം മത്സരവും പൂർത്തിയാക്കുന്നു. അതിൽ 3 പരാജയങ്ങളാണ്, 2 സമനിലകൾ മാത്രം. സോ അനദർ ഡിസപ്പോയിന്റിംഗ് എൻഡ് ഫോർ ദ ഫൈനൽ ഹോം ഗെയിം ഫോർ കണ്ണൂർ വാരിയേഴ്സ് ഇൻ സൂപ്പർ ലീഗ് കേരള. ഫുൾ ടൈം ഹിയർ ഇൻ ദ കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം. It is a home team. Kannur Warriors 1, Calicut FC 2.